കാരണം ഒരു 1.5 വയസ്സായ ഒരു പിഞ്ച് കുഞ്ഞിനെ ഒരു സ്ത്രീ വന്നു എടുത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് ഈ കിണറ്റിനകത്ത് കൊണ്ടിട്ടു. ഇന്ന് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ്. എന്നിട്ട് ഈ കൊച്ചിനെ കിണറ്റിനകത്ത് ഇട്ടുവെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചെന്ന് പറഞ്ഞില്ല എങ്കിൽ ഈ നാട് മൊത്തം ഇളവുമായിരുന്നു. പല കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി എന്താണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവർ പറഞ്ഞ അനുസരിച്ച് ഇവിടെ അച്ഛനെയും അമ്മയും നാട്ടുകാരെല്ലാം അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് വന്നു ഈ കൊച്ചിനെ എടുത്തപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. പരിസരത്ത് തന്നെ ഇട്ട ആളുണ്ടായിരുന്നു. അവരൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞിന് പോലീസ് പറയുന്ന പോലെ ഈ പ്രതിയായിട്ടുള്ള ബിന്ദു എന്തെങ്കിലും മാനസിക അസ്വസ്ഥയുള്ള സ്ത്രീയാണ്. 12 കൊല്ലം കൊണ്ട് മാനസിക അസ്വസ്ഥയുള്ള സ്ത്രീയാണ്. എങ്കിൽ തന്നെയും പോലീസിനോട് പറഞ്ഞ് 3 മാസത്തിന് മുമ്പേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അന്ന് നടന്നില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഈ കുഞ്ഞിന്റെ അമ്മ തുണി കഴുകാൻ പോയതിനിടയിലാണ് ഉറക്കെടുത്ത് പോയപ്പോഴാണ് ഇതിനെടുത്തുകൊണ്ട് ഇട്ട സംഭവം. ഇതിപ്പോൾ ഈ പ്രതിനെ നാട്ടിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് തന്നെ മൊത്തത്തിൽ ഇളവുമായിരുന്നു. ഇങ്ങനെ 1.5 വയസ്സായ കൊച്ചിനെ കണ്ടില്ല, പലയിടത്തും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ പ്രതി പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിനെ കിട്ടി. അല്ലെങ്കിൽ ഈ നാട് മൊത്തത്തിൽ കുഞ്ഞിനെ കണ്ടില്ല, തട്ടിക്കൊണ്ടുപോയി, ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞ് പോലീസിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു തലവേദന ആയിരുന്നു.